നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ സ്ഥാനാർത്ഥികൾ. ഉള്ളിൽ ചങ്കിടിപ്പുണ്ടെങ്കിലും പുറത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുന്നണി നേതൃത്വം. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് സൗകര്യം. ശക്തമായ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയുമെത്തും. കുന്നംകുളത്ത് ഹോട്ടലിൽ നിന്നും നൽകിയ ഭക്ഷണത്തിൽ ചത്ത എട്ടുകാലിയെ കണ്ടെത്തി. സംഭവത്തിൽ മരത്തങ്കോട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. ചത്ത എട്ടുകാലിയെ കണ്ടെത്തിയ കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഹോട്ടലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കേരളം നാളെ വിധിയെഴുതും. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഉള്ളിൽ ചങ്കിടിപ്പുണ്ടെങ്കിലും പുറത്ത് വലിയ ആത്മവിശ്വാസമാണ് 3 മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. നിർണായക വിധിയെഴുത്തിനാണ് കേരളം ഒരുങ്ങുന്നത്. രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങി. 2,77,49,159 വോട്ടർമാരാണ് ആകെ കേരളത്തിലുള്ളത്. ഇവർക്കായി 25,231 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷ ഒരുക്കുന്നതിനായി 62 കമ്പനി കേന്ദ്രസേനയെ അധികമായും വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. പോളിംഗ് 80% മേലെ എത്തിക്കാനാണ് മുന്നണികളുടെ ശ്രമം. 2019 77.67% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വമ്പൻ പ്രചാരണത്തിന്റെ ആവേശം പോളിംഗിലുമുണ്ടാകുമെന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതീക്ഷ. അവസാന മണിക്കൂറിലും സ്ഥാനാർത്ഥികൾ തിരക്കിലാണ്. വിട്ടുപോയവരെ ഒരിക്കൽ കൂടി കണ്ടും മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും വോട്ട് ഉറപ്പാക്കുകയാണ്. ഇതിനിടയിലും വാക്പോരും ആരോപണങ്ങളും അവകാശവാദങ്ങളും തുടരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരത്തിൽ വമ്പൻ ജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. 10ലേറെ സീറ്റുകളിൽ എതിരാളികൾ പോലും UDF ജയം സമ്മതിക്കുന്നുവെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. കടുത്ത മത്സരങ്ങളുള്ള 3-4 സീറ്റുകളിലും മുന്നിൽ മുന്നണിയെന്നാണ് അവകാശവാദം. BJP വിരുദ്ധ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിനേക്കാൾ ഇടതിനായി ഏകീകരിക്കുമെന്നാണ് LDF കണക്കുകൂട്ടൽ. CAAയിൽ ഊന്നി മുഖ്യമന്ത്രി നയിച്ച പ്രചാരണം നേട്ടമുണ്ടാക്കിയെന്ന് നേതൃത്വം. 2004 ഇടതു തരംഗത്തിന്റെ ആവർത്തനമുണ്ടാകുമെന്ന് അവകാശവാദം. മോദി കേരളത്തിലും സീറ്റ് കൊണ്ടുവരുമെന്നാണ് BJP പ്രതീക്ഷ. ഡബിൾ ഡിജിറ്റ് പറയുന്നെങ്കിലും 3 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA അവകാശവാദം. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോണി തത്സമയം ചേരുന്നു. ടോണി, കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആലത്തൂരിലെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയാണ്? മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? നിഷ, തീർച്ചയായും നിർണായകമായ വിധിയെഴുത്തിന് തന്നെയാണ് കേരളം ഒരുങ്ങുന്നത്. അതിശക്തമായ മത്സരമാണ് കാർഷിക പ്രാധാന്യമുള്ള ആലത്തൂരിൽ നടക്കുന്നത്. നമുക്കറിയാം, ആലത്തൂരിൻ്റെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. ആലത്തൂർ രൂപീകരിച്ചതിന് ശേഷം 4ാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കൃത്യമായ ആധിപത്യമുള്ള, സംസ്ഥാനത്തെ മറ്റേത് മണ്ഡലങ്ങളിലേക്കാൾ കൂടുതൽ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. ആലത്തൂർ രൂപീകരിച്ചതിന് ശേഷം 2009-ലും 2014-ലും LDF സാരഥിയാണ് ലോക്സഭയിലേക്ക് എത്തിയത്. PK ബിജു ആണ് ഇവിടുന്ന് വിജയിച്ച് കയറിയത്. 3ാമത് തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. എന്നാൽ ഒരു പൊതു തരംഗം എന്ന രീതിയിൽ കാണുന്ന സമയത്ത് ആലത്തൂരിലേക്ക് അതിഥിയായി എത്തിയ രമ്യ ഹരിദാസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാഴ്ചയാണ് ആലത്തൂരിൽ കണ്ടത്. 1,58,896 വോട്ടിന്റെ പടുകൂറ്റൻ വിജയമാണ് UDF സ്വന്തമാക്കിയത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും മികച്ച വിജയങ്ങളിൽ 5 സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 3ാമതോ 4ാമതോ എത്തുന്ന പ്രകടനം തന്നെയാണ് രമ്യ ഹരിദാസ് കാഴ്ചവെച്ചത്. വലിയൊരു വിജയമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്.
അതായത് സംസ്ഥാനത്ത് മറ്റേത് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടാലും ആലത്തൂരിലും പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ഭദ്രമാണ് എന്നായിരുന്നു LDFന്റെ പൊതുവായിട്ടുള്ള ധാരണ. ആ ധാരണയ്ക്കാണ് കഴിഞ്ഞ തവണ മാറ്റം വന്നത്. എന്നാൽ അതിനുശേഷം 2 വർഷത്തിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വീണ്ടും ഈ 1,58,896 വോട്ടിന്റെ ലീഡ് LDFന് നേരെ എതിരായി അനുകൂലമായി കൊണ്ട് 2,00,000 പരം വോട്ടിന്റെ ലീഡ് LDFന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തീർച്ചയായും സാഹചര്യമാണ് ആലത്തൂരിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിധി നിർണ്ണയിക്കുന്നത്. ദേശീയ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് എന്നതിനാൽ തന്നെ ദേശീയ സ്വഭാവത്തിലുള്ള ചിന്തകളാണ് വോട്ടർമാർ സ്വാഭാവികമായും പ്രകടിപ്പിക്കുക. പൊതുവിഷയങ്ങളിലൂന്നിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രമ്യ ഹരിദാസിനെ കുറിച്ച് പറയുമ്പോൾ രമ്യ ഹരിദാസ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ കനകോലിൻ്റെ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിലെങ്കിലും UDFന്റെ സിറ്റിംഗ് MP മാരെ മാറ്റി പുതിയവരെ പരീക്ഷിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സജീവമായിരുന്നു. എന്നാൽ അതിനെല്ലാം മാറിക്കൊണ്ട് ചില 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായത്. വടകരയിലും തൃശ്ശൂരിലും മാത്രമാണ് അത്തരത്തിൽ ഒരു മാറ്റം നാം കണ്ടത്. കൃത്യമായ രീതിയിലുള്ള പ്രചരണമാണ് UDF നടത്തിയിരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വോട്ട് എന്ന തരത്തിലാണ് UDF പ്രചരണം നയിച്ചത്. ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളെല്ലാം 1-2 ഘട്ടങ്ങൾ പ്രചരണം പൂർത്തിയാക്കുവാൻ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഇപ്പോൾ നിൽക്കുന്നത്. LDF ആകട്ടെ ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി ശക്തനായ സാരഥി തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. ചേലക്കരയുടെ പ്രതിനിധിയായിക്കൊണ്ട് സംസ്ഥാനത്ത് സീനിയർ മന്ത്രിമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മന്ത്രി K രാധാകൃഷ്ണനെയാണ് CPM കളത്തിലിറക്കിയിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയും അതിന് ലഭിച്ച ഒരു മുൻതൂക്കം LDFന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ, ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ LDF സജീവമാക്കിയിരുന്നു. CPMന്റെ സംഘടനാ സംവിധാനം അത്രമേൽ ശക്തമായ മേഖല കൂടിയാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ പ്രവർത്തനം CPM എന്ന രീതിയിൽ സംഘടനാ സംവിധാനം വളരെ സക്രിയമാക്കിക്കൊണ്ട് നടത്തിയിരുന്നതിൻ്റെ നേട്ടം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു ആൻറ്റി ഇൻകംബൻസി വേവ്, ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ല എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓഫീസിൽ പോലും സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നു. പൊതുവായി സാമ്പത്തികമായ പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരിനെ അലട്ടുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങൾ മൂലമാണ്. നമ്മുടെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ളവ വെട്ടിക്കുറച്ചുകൊണ്ടാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കുടിശ്ശികയാണെങ്കിൽ പോലും അതെല്ലാം ജനത്തിന് ബോധ്യമായിട്ടുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരമില്ല, മറിച്ച് അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് LDF നയിക്കുന്നത്. BJP ആകട്ടെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി ആലത്തൂരിൽ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, മറ്റു തരത്തിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും BJPയിലേക്ക് വരുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം അവർ ഡോക്ടർ TN സരസുവിനെ രംഗത്തിറക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ TN സരസുവിനെ രംഗത്തിറക്കി. അവരും അതിവേഗത്തിൽ കളം പിടിച്ചു. കഴിഞ്ഞ ദിവസമാണ് TN സരസു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് വന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി കേരളത്തിൽ NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളിൽ ആകെ ഒരാളെ മാത്രമേ ഫോണിൽ വിളിച്ച് പൊതുവായി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത് TN സരസു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. അത്തരത്തിൽ BJP വളരെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആലത്തൂരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ നേരിട്ട് BJP താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. അവരും അതിശക്തമായ മത്സരം നടത്താനുള്ള ഒരുക്കത്തിലാണ്. മുന്നണികൾ തീർച്ചയായും പ്രതീക്ഷയിലാണ്. ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജനം തന്നെയാണ് തങ്ങൾ ആരാണ് ഈ മണ്ഡലത്തിൽ വിജയിക്കേണ്ടതെന്ന് സംബന്ധിച്ച് മറ്റ് അവകാശവാദങ്ങൾക്കപ്പുറത്ത് തീരുമാനിക്കുക. അതിനായുള്ള കാത്തിരിപ്പിലാണ് നിഷ. ചാവക്കാട് മേഖലയിൽ സുഗമമായ വോട്ടിങ്ങിനായി വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. SHO S പ്രതാപിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്രസേനയും രംഗത്തുണ്ട്. ക്വിക്ക് ആക്ഷൻ ഫോഴ്സ്, വാഹന പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ്, ഷാഡോ പോലീസ് എന്നിവരെയും വിവിധ ചുമതലകളിൽ നിയോഗിച്ചിട്ടുണ്ട്. മേഖലയിൽ 9 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. പുത്തൻകടപ്പുറം ഫിഷറി സ്കൂൾ മണത്തല, ചാപ്പറമ്പ്, കാണക്കോട്ട് സ്കൂൾ മണത്തല, പുന്ന സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗും ഉണ്ടാകും. ചാവക്കാട് താലൂക്കിന് കീഴിലുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ചാവക്കാട് MRRM സ്കൂളിൽ നടന്നു. 189 ബൂത്തുകളിലേക്ക് EVM, ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവ അടങ്ങുന്ന ഒരു സെറ്റ് വീതവും കൂടാതെ മഷി, പേപ്പർ, ഉരുക്ക് തുടങ്ങിയവ അടങ്ങിയ പോളിംഗ് സാമഗ്രികളുടെ കിറ്റും വിതരണം ചെയ്തു. പോലീസ് അകമ്പടിയോടുകൂടി 58ഓളം വാഹനങ്ങളിലായി പോളിംഗ് ടീമിനെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു. ഓരോ ബൂത്തുകളിലായി ഒരു പ്രൊസീഡിംഗ് ഓഫീസറും
3 സ്റ്റാഫുകളും കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കും. വോട്ടർമാരെ സഹായിക്കുന്നതിനായി BLOമാരെ നിയമിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ 9 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ഇത് ചാവക്കാട് നഗരസഭയിലെ പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട് ഫിഷറി സ്കൂൾ, പുന്ന എന്നിവിടങ്ങളിലാണ്. ഇവിടെ മൈക്രോ ഒബ്സർവർമാരുടെ സേവനവും വീഡിയോ റെക്കോർഡിംഗ് പ്രത്യേക സേനയും ഉണ്ടായിരിക്കും. പോളിംഗ് മെഷീൻ പ്രശ്നങ്ങളുണ്ടായാൽ പരിഹരിക്കാനായി മണ്ഡലത്തിൽ 18 സെക്ടറൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, ചാവക്കാട്. വോട്ടെടുപ്പിനായി ചാവക്കാട് മേഖലയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. മുഴുവൻ ബൂത്തുകളിലും മെഷീനുകളുമായി ഉദ്യോഗസ്ഥരെത്തി ബന്ധപ്പെട്ട നോട്ടീസുകൾ ചുമരിലും ബോർഡുകളിലും പതിച്ചു. കൂടാതെ EVM മെഷീൻ ഇൻസ്റ്റലേഷനെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പുറത്ത് വരിയിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് വെയിലേൽക്കാതിരിക്കാൻ പല ബൂത്തുകളിൽ പന്തൽ ഇട്ടിട്ടുണ്ട്. പ്രായമായവർക്ക് പ്രത്യേക വരി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാർക്ക് കുടിവെള്ളം, മാലിന്യ നിക്ഷേപ സംവിധാനം എന്നിവയും ഓരോ ബൂത്തിലും സ്ഥാപിച്ചിട്ടുണ്ട്. ചാവക്കാട് മണ്ഡലത്തിൽ 189 ബൂത്തുകളാണ് പോളിംഗിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തൃശൂരിലെ മത്സരത്തിന്റെ രാഷ്ട്രീയ അവലോകനവുമായി സലിൽ റഹ്മാൻ തത്സമയം ചേരുന്നു. സലിൽ, ദേശീയതലത്തിൽ വരെ ശ്രദ്ധിക്കുന്ന പോരാണ് തൃശൂരിലേത്. അവസാന നിമിഷത്തിലെ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും പ്രതീക്ഷകൾ ഏതു വിധമാണ്? നിഷ, നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. തൃശ്ശൂരിലെ പോലെ കനത്ത ഒരു ത്രികോണ മത്സരം മറ്റൊരു മണ്ഡലത്തിലും നടക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വിജയിച്ചത്. എന്നാൽ സിറ്റിംഗ് MPമാർ മത്സരിക്കണം എന്ന UDF തീരുമാനത്തോടനുബന്ധിച്ച് TN പ്രതാപൻ കളത്തിലിറങ്ങുകയും വളരെ നേരത്തെ തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലിൻ്റെ കൂറുമാറ്റം ഉണ്ടാവുകയും അവർ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരികയും ഉണ്ടാകുന്നത്. അതേ തുടർന്ന് സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. വടകരയിൽ നിന്നും മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഒരിക്കൽ പരാജയത്തിൻ്റെ കൈപ്പുനീരെറിഞ്ഞ മണ്ഡലമാണ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ. എന്നാൽ ഇത്തവണ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തൃശ്ശൂർ പഴയ തൃശ്ശൂരല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ പഴയ മുരളീധരനല്ല എന്ന് പറയേണ്ടി വരും. ഇത്ര വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിൻ്റെ അതിലൂടെ ഉണ്ടാക്കിയ കരുത്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന അഭിമാന പോരാട്ടമാണ്. VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടാനില്ല എന്ന് പറയേണ്ടി വരും. അത്രയും ജനകീയനാണ് VS സുനിൽകുമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ. തൃശ്ശൂർക്കാരുടെ സ്വന്തം സുനിലേട്ടനാണ്. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒക്കെ തന്നെ VS സുനിൽകുമാർ അല്പം മുന്നിലായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ പിന്നീട് UDFും ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രചരണം വളരെ സജീവമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയാണ് ഒരുപക്ഷെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോയതെന്ന് പറയേണ്ടി വരും. ഈ വർഷം ആദ്യം ജനുവരിയിൽ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുകയും സുരേഷ് ഗോപിയുമായി തുറന്ന വാഹനത്തിൽ നഗരം ചുറ്റി റാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമുതൽ തന്നെ പിന്നീട് 2 തവണ വീണ്ടും നരേന്ദ്രമോദി NDAയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണിയും. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു സൂചനയുമില്ലാത്ത നിലയിലാണുള്ളത്. കേരള രാഷ്ട്രീയം ഏറ്റവും സജീവമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുകയാണ്. ശക്തൻ്റെ തട്ടകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇലക്ഷന് ശേഷം റിസൾട്ടിൻ്റെ ദിവസം തന്നെ കണ്ടറിയണം. നിഷ. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ നടക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും കരുത്തരായതിനാൽ ശക്തന്റെ തട്ടകത്തിന്റെ പോര് കനക്കുമെന്നതിൽ തർക്കമില്ല. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി സലിൽ റഹ്മാൻ.
മണലൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിയോജക മണ്ഡലത്തിലെ 190 ബൂത്തുകളിലേക്കുള്ള EVM ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയും കൂടാതെ മഷി, പേപ്പർ എന്നിവ അടങ്ങിയ പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. പോലീസ് അകമ്പടിയോടെ വാഹനങ്ങളിൽ ഇവ ബൂത്തുകളിൽ എത്തിച്ചു. 190 ബൂത്തുകളിൽ 7 പ്രശ്നസാധ്യതാ ബൂത്തുകളാണുള്ളത്. വോട്ടെടുപ്പിന് ശേഷം സാമഗ്രികൾ ശ്രീകൃഷ്ണ സ്കൂളിലേക്ക് മടക്കിക്കൊണ്ടുവരും. രാത്രിയോടെ വോട്ടെണ്ണൽ കേന്ദ്രമായ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊണ്ടുപോകും. പോളിംഗ് പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സുരക്ഷ ശക്തമാക്കി വടക്കേക്കാട് പോലീസ്. വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ 64 ബൂത്തുകൾ ആണുള്ളത്. പുന്നയൂർകുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്ത് പരിധികളിൽ സ്കൂളുകൾ, മദ്രസകൾ എന്നിവയിലാണ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. SHO ബിനു ആറിന്റെ നേതൃത്വത്തിൽ SIമാർ അടക്കമുള്ള സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് പുറമെ 64 സ്പെഷ്യൽ ടീമുകളെയും സുരക്ഷയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. മുഴുവൻ സമയ പട്രോളിംഗും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി സ്റ്റേഷൻ വാഹനങ്ങൾക്ക് പുറമെ സ്വകാര്യ വാഹനങ്ങളും എടുത്തിട്ടുണ്ട്. നിരീക്ഷണത്തിനായി ക്യാമറ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബൂത്തുകൾക്ക് സമീപം ഇലക്ഷൻ കമ്മീഷൻ അനുശാസിക്കുന്ന സ്ഥലപരിധിയിൽ കൂട്ടം കൂടി നിൽക്കുകയോ പാർട്ടികളെയോ സ്ഥാനാർത്ഥികളെയോ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലുള്ള ചിഹ്നങ്ങളും കൊടിതോരണങ്ങളും അനുവദിക്കുന്നതല്ല എന്നും പോളിംഗ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പര്യവസാനിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണമുണ്ടാകണമെന്നും SHO ആർ ബിനു പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. വടക്കേക്കാട്, പുന്നയൂർകുളം, പുന്നയൂർ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. 64 ബൂത്തുകളാണ് വോട്ടെടുപ്പിന് സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലായിടത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വടക്കേക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ഇടവിട്ടുള്ള വൈദ്യുതി തടസ്സപ്പെടുന്നത് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമേ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ച് തലങ്ങും വിലങ്ങും തെരഞ്ഞെടുപ്പ് വാഹനങ്ങൾ പായുമ്പോൾ ഇതൊന്നും ബാധിക്കാത്ത 10 കുടുംബങ്ങളുണ്ട് കടവല്ലൂരിൽ. കാരണം അവർ വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനങ്ങളൊന്നും താമസിക്കുന്ന സ്ഥലത്തുകൂടി ഓടാറില്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടവല്ലൂരാണ് താമസമെങ്കിലും ഇവർക്ക് വോട്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുമുറിയിലാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട ഈ കുടുംബങ്ങളുള്ളത്. അതിർത്തി വിഭജനത്തിന്റെ അപാകത മൂലം മലപ്പുറം ജില്ലയിലായി പോയതാണ് ഈ വീടുകൾ. റോഡിന്റെ ഒരു വശത്ത് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും സംശയമുള്ള 40ഓളം വോട്ടർമാരാണ് റോഡിന്റെ ഇങ്ങേപ്പുറത്ത് താമസിക്കുന്നത്. 4 കിലോമീറ്ററോളം ദൂരെയുള്ള കോക്കൂർ സ്കൂളിലാണ് ഇവരുടെ പോളിംഗ് ബൂത്ത്. വോട്ട് ചെയ്യേണ്ട ബൂത്തിലെത്താൻ ബസ്സിൽ പോകുകയാണെങ്കിൽ ഒട്ടേറെ സമയമെടുക്കും. ഓട്ടോറിക്ഷ വിളിച്ചാൽ 200 രൂപയോളം ചെലവാക്കണം. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട വടക്കുമുറി AM-LP സ്കൂളിൽ ഒരു ബൂത്ത് ഒരുക്കിയാൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാമെന്ന് വീട്ടുകാർ പറയുന്നു. ദേശവും പോസ്റ്റ് ഓഫീസും കടവല്ലൂർ ആണെങ്കിലും പഞ്ചായത്ത്, കൃഷിഭവൻ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ് തുടങ്ങി ദൈനംദിന സർക്കാർ സംവിധാനങ്ങൾക്ക് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് മലപ്പുറം ജില്ലയിലെ ആലങ്കോടും ചങ്ങരംകുളത്തും എത്തണം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ BJPയുടെയും സംഘപരിവാറിന്റെയും കൊടിയും കൊടിക്കാലും തോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നിരവധി തവണ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മേഖലയിൽ നടന്നുവരുന്നതായി BJP ആരോപിച്ചു. ഇവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. BJP എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, പ്രസിഡന്റ് സജീവൻ വെള്ളാറ്റഞ്ഞൂർ, പ്രേമൻ വെള്ളാറ്റഞ്ഞൂർ, MC മാത്യു, ജോൺസൺ വെള്ളാറ്റഞ്ഞൂർ എന്നിവർ സംസാരിച്ചു. കാലത്ത് BJPയുടെ കൊടി വെച്ചിട്ടുണ്ടാകുന്നത് മറച്ചിട്ടിരിക്കുകയാണ്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ട് ചിലർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു 20 പ്രാവശ്യങ്ങളിൽ പോലീസിന് പരാതി കൊടുത്ത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഫ്ലക്സ് നശിപ്പിക്കുക, കൊടികൾ നശിപ്പിക്കുക, ചിഹ്നം മുട്ടിച്ച് നശിപ്പിക്കുക. അത്തരത്തിലൊരു വർഷമായിട്ട് ഇത്തരത്തിൽ വെള്ളാറ്റഞ്ഞൂർ മാത്രം കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള BJPയുടെ ഭാഗത്ത് പ്രതിഷേധം രേഖപ്പെടുത്തണം. ഇത്തരത്തിൽ നിരന്തരം BJPയുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ വെള്ളാറ്റഞ്ഞൂരിൽ ഉണ്ടായാൽ സമാധാന അന്തരീക്ഷം വെള്ളാറ്റഞ്ഞൂർ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ തിരുനാളും വികാരി ജോർജ് വടക്കൻ കോർ എപ്പിസ്കോപ്പായുടെയും ജോർജ് നാമധാരികളുടെയും നാമഹേതുക തിരുനാളും ആഘോഷിച്ചു. ഫാദർ ബാബു മാത്യൂസ് മണ്ടുബാൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ ജോസഫ് താഴത്തിൽ സന്ദേശം നൽകി. അന്നമ്മ വർഗീസ്, പോൾ VA, ജിയോ ജോർജ് വടക്കൻ എന്നിവർ സംസാരിച്ചു.
കുന്നംകുളത്ത് ഹോട്ടലിൽ നിന്ന് നൽകിയ ഭക്ഷണത്തിൽ ചത്ത എട്ടുകാലിയെ കണ്ടെത്തി. സംഭവത്തിൽ മരത്തങ്കോട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഹോട്ടലാണ് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത്. യുവതി ഓർഡർ ചെയ്ത മസാലദോശ കഴിക്കുന്നതിനിടയിലാണ് മസാലദോശയിൽ നിന്നും ചത്ത എട്ടുകാലിയെ ലഭിച്ചത്. തുടർന്ന് സംഭവം ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ച യുവതി കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകി. സ്ഥലത്തെത്തിയ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, PP വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഹോട്ടൽ അടച്ചിടാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. ഹോട്ടലുകളിൽ വൃത്തിഹീനമായ ഭക്ഷണം നൽകുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലയൂർ അങ്ങാടിത്താഴം മാമ ബസാർ സംയുക്ത യൂണിറ്റിന്റെ 24ാമത് വാർഷിക സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. വാർഷിക സമ്മേളനം നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബിജു മുട്ടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭദ്രം ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് നിർവഹിച്ചു. സേവ്യർ CJ വാർഷിക റിപ്പോർട്ടും നൌഷാദ് PH വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ബിജു MA പ്രസിഡന്റ്, സേവ്യർ CJ സെക്രട്ടറി, നൌഷാദ് PH ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. NR ജോയ് സ്വാഗതവും നിജോ CT നന്ദിയും പറഞ്ഞു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ നട തുറന്ന് വലിയ പാണിക്ക് ശേഷം തത്വകലശം അഭിഷേകം നടന്നു. തുടർന്ന് പരികലശങ്ങളും അഭിഷേകം ചെയ്തു. പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം നടന്നു. പഞ്ചവാദ്യത്തിനു ശേഷം വലിയ പാണി ആവർത്തനത്തിന് ശേഷം ബ്രഹ്മകലശം എഴുന്നള്ളിച്ച് അഭിഷേകം നടത്തി. തുടർന്ന് ഉച്ചപൂജയും ശ്രീഭൂതബലിയും നടന്നതോടുകൂടി 11 ദിവസം നീണ്ട സഹസ്രകലശ ചടങ്ങുകൾ പൂർത്തിയായി. കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടയാൾ ഉൾപ്പെടെ 4 പേരെ MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരൻപടി ആലിങ്ങൽ വീട്ടിൽ മുഹമ്മദ് മൻസൂർ, ചാവക്കാട് മണത്തല സ്വദേശി താഴത്ത് വീട്ടിൽ വലിയോൻ എന്ന് വിളിക്കുന്ന അർഷാദ്, തങ്ങൾപ്പടി ചോലയിൽ വീട്ടിൽ റംഷീദ്, ചെറായി നാലകത്ത് വീട്ടിൽ ഷഫീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് ആൽത്തറ കുന്നത്തൂർ മന ബാറിന് സമീപത്ത് സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് പ്രതികൾ വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത്. വലിയോൻ എന്നറിയപ്പെടുന്ന അർഷാദ് നിരവധി കേസുകളിലെ പ്രതിയാണ്. സ്ഥിരം ക്രിമിനൽ ആയതിനാൽ കാപ്പ നിയമപ്രകാരം ചാവക്കാട് പോലീസ് തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ടയാളാണ്. അർഷാദ്, മൻസൂർ, ഷഫീർ എന്നിവർ മയക്കുമരുന്ന്, കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. SI ശിവശങ്കരൻ, KB ജലീൽ, PS സാബു, CPOമാരായ രതീഷ് കുമാർ, J ബിനീഷ്, ഷാജികുമാർ, മിഥുൻ, നിബു നെപ്പോളിയൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. അഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചാട്ടുകുളം സ്വദേശി 38 വയസ്സുള്ള പ്രബീഷ്, മൂന്നാംകല്ല് സ്വദേശി 17 വയസ്സുള്ള മുസ്തഫ, മറ്റം സ്വദേശി 24 വയസ്സുള്ള സനൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. കൈക്കും കാലിനും ഉൾപ്പെടെ പരിക്കേറ്റ 3 പേരെയും അഷ്റഫ് കൂട്ടായ്മ, ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ഞൂർ യൂണിറ്റിന്റെ വാർഷികവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സരസ്വതി കലാകേന്ദ്രയിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ ജനറൽ കൺവീനർ ജോജി തോമസ്, നായരങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലിയോൺ വാഴപ്പള്ളി പ്രസിഡന്റ്, മാധവൻ നമ്പൂതിരി വൈസ് പ്രസിഡന്റ്, രാജീവ് ചരക്കപ്പള്ളി ജനറൽ സെക്രട്ടറി, ഷെബീർ ജോയിന്റ് സെക്രട്ടറി, രാജു വാഴപ്പള്ളി ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി.
മരത്തങ്കോട് സ്വദേശി കോലാടി വീട്ടിൽ 48 വയസ്സുള്ള ബിജുവിനെയാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നും 1 വർഷത്തേക്ക് വിലക്കിക്കൊണ്ട് ഉത്തരവിറങ്ങിയത്. ഫുട്ബോൾ താരമാകാൻ 12 വയസ്സുകാരി മന്യ മനോജ്. ചാലിശ്ശേരി സ്വദേശിനി മന്യ മനോജാണ് മാർവൽ ഫുട്ബോൾ അക്കാദമിയിലൂടെ പെൺകരുത്തിന്റെ കാൽപന്ത് താരമാകാൻ ഒരുങ്ങുന്നത്. ചാലിശ്ശേരി ആലിക്കര ആന്തൂർ വളപ്പിൽ മനോജ് സുജാത ദമ്പതികളുടെ 4 മക്കളിൽ ഏറ്റവും ഇളയ മകൾ മന്യയാണ് കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി രംഗത്ത് വന്നത്. അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വേദിയിൽ മാർവൽ ക്ലബ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി മന്യയ്ക്ക് ഫുട്ബോൾ കിറ്റ് നൽകിയപ്പോൾ ഗാലറിയിലെ കായികപ്രേമികൾ കൈയടിച്ച് ഗ്രാമത്തിലെ ആദ്യത്തെ വനിതാ കളിക്കാരിയെ സ്വീകരിച്ചു. 100 പേരടങ്ങുന്ന ഫുട്ബോൾ അക്കാദമിയിലെത്തിയ മന്യയെ കഴിഞ്ഞ ദിവസം അക്കാദമി കോച്ചുമാരായ ജ്യോതിദേവ്, PK സ്റ്റീഫൻ എന്നിവരും ക്യാമ്പിലെ മറ്റു സഹപ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ചാലിശ്ശേരിയിൽ നിന്നും വിവിധ ക്ലബ്ബുകളിലൂടെ ഇതിനകം നിരവധി താരങ്ങളാണ് സംസ്ഥാന ദേശീയ തലങ്ങളിൽ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ളത്. കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന മാതൃപിതാവ് പ്രശസ്ത നാടകനടൻ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ ആത്രപ്പുള്ളി നാരായണനാണ് ഫുട്ബോൾ പ്രണയത്തിനുള്ള പ്രചോദനം. ഇളയ അനുജത്തിയുടെ ഫുട്ബോൾ പ്രേമത്തിനൊപ്പം നിന്ന സഹോദരിമാരായ മഞ്ജു, മീതു, മുക്ത എന്നിവരും പിതാവും മാതാവും മികച്ച പിന്തുണയാണ് നൽകുന്നത്. കുന്നംകുളം ബദനി സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മന്യയുടെ ഇഷ്ടതാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിൻ ലൂണയാണ്. ഇതിനകം നിരവധി ഹ്രസ്വ ചലച്ചിത്രങ്ങളിലും മന്യ അഭിനയിച്ചിട്ടുണ്ട്. അക്കാദമിയിൽ ചേർന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി ബിജു കടവാരത്ത്, ട്രഷറർ TK മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. UDF പ്രചരണ സമാപനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന പ്രവർത്തകൻ കുഴഞ്ഞു വീണു മരിച്ചു. ചൂണ്ടൽ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേച്ചേരിയിൽ സംഘടിപ്പിച്ച പ്രചരണ സമാപനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന പ്രവർത്തകൻ കുഴഞ്ഞു വീണു മരിച്ചു. വഴുവഞ്ചേരി വടക്കൂട്ട് വീട്ടിൽ ജയനാണ് മരിച്ചത്. 53 വയസ്സാണ്. ജാനകി ഭാര്യയും കിരൺ, കീർത്തി എന്നിവർ മക്കളുമാണ്. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. എടക്കളത്തൂർ വടക്കുമുറി വീട്ടിൽ ഭാസ്കരൻ, വേലൂർ ആശാരി വീട്ടിൽ ബാലകൃഷ്ണൻ, മകൻ രജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച സംഘാടക സമിതി യോഗം നടക്കും. വൈകിട്ട് 4 ചങ്ങരംകുളത്ത് വെച്ച് നടക്കുന്ന സംഘാടക സമിതി യോഗത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. മെയ് 21 ചൊവ്വാഴ്ച മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ചാണ് KMPU സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം ഗുരുവായൂർ തിരുവെങ്കിടം ചെറുവത്തൂർ ജോസ് നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സെലീന ഭാര്യയും പ്രിൻസി, പ്രീതി, പ്രസാദ്, പ്രകാശ് എന്നിവർ മക്കളുമാണ്. അടുപ്പുട്ടി ദീപ്തി റോഡിൽ താമസിക്കുന്ന ചൊവ്വല്ലൂർ പൈലപ്പൻ മകൻ ചാർലി നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി പള്ളി സെമിത്തേരിയിൽ നടന്നു. ഗ്രേസി ഭാര്യയാണ്. സെറിൻ, സെബിൻ എന്നിവർ മക്കളാണ്. വെള്ളാറ്റഞ്ഞൂർ വടക്കൂടൻ പരേതനായ പൊറിഞ്ചു മകൻ ജേക്കബ് യാക്കോബ് നിര്യാതനായി 81 വയസ്സായിരുന്നു. പരേതയായ ഫിലോമിനയാണ് ഭാര്യ. സേവിയർ, ടോണി, ജോൺസൺ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്നു. പാറന്നൂർ പുലിക്കോട്ടിൽ ഇയു മകൻ ചെറുകുട്ടി നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ചങ്ങരംകുളം മൂക്കുതല മണ്ടുബാൽ ജോൺസൺ ഭാര്യ മോളി നിര്യാതയായി 62 വയസ്സായിരുന്നു. അനു മകളാണ്. സംസ്കാരം പിടാവന്നൂർ ശാലോം മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. ചാലിശ്ശേരി പെരുമണ്ണൂർ പുലിക്കോട്ടിൽ പരേതനായ ഡേവിഡ് ഭാര്യ ചിന്നമ്മ നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ജേക്കബ്, ജോസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ സ്ഥാനാർത്ഥികൾ. ഉള്ളിൽ ചങ്കിടിപ്പുണ്ടെങ്കിലും പുറത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുന്നണി നേതൃത്വം. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് സൗകര്യം. ശക്തമായ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയുമെത്തും. കുന്നംകുളത്ത് ഹോട്ടലിൽ നിന്ന് നൽകിയ ഭക്ഷണത്തിൽ ചത്ത എട്ടുകാലിയെ കണ്ടെത്തി. സംഭവത്തിൽ മരത്തങ്കോട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. ചത്ത എട്ടുകാലിയെ കണ്ടെത്തിയ കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഹോട്ടലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.